Our next chapter is chapter 4, Principle of Mathematical Induction. Mathematical induction used to establish the validity of a general result involving natural numbers. നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററായ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നാണ് പറയാൻ പോകുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് നാച്ചുറൽ നമ്പേഴ്സ് ഇൻവോൾവ് ചെയ്യുന്ന ജനറൽ റിസൾട്ടിൻ്റെ വാലിഡിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം ക്യാപിറ്റൽ എൻ, അതായത് 1 2 3 4 അപ് ടു എൻ എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റി നമ്പറാണ്. അങ്ങനെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മായിരിക്കാം, മൾട്ടിപ്ലിക്കേഷനിലേക്ക് ഒരു വാല്യൂ, അതിന് നമുക്കൊരു വാല്യൂ തന്നിട്ടുണ്ട്, ജനറൽ റിസൾട്ടായിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അതിൽ എൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റീജർ, സ്മോൾ ലെറ്റർ എൻ എന്ന് പറഞ്ഞ ഇൻറ്റീജർ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ളൊരു റിസൾട്ടിൻ്റെ വാലിഡിറ്റി, ആ വാലിഡിറ്റിനെ നമ്മൾ ചെക്ക് ചെയ്യാണ്, കറക്റ്റാണോ നമുക്കറിയാവുന്ന രീതിയിലേക്കും ചെക്ക് ചെയ്യാണ്. അതിനാണ് നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്യേണ്ടത്. ഇനി എങ്ങനെയാണ് നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിന് 3 സ്റ്റെപ്പ് ഉണ്ട്. 3 സ്റ്റെപ്പ് എന്ന് പറയാം, നമുക്ക് 4 സ്റ്റെപ്പ് എന്ന് പറയാൻ വേണമെങ്കിൽ. അതായത് ഇഫ് പി ഓഫ് എൻ ബി എ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് n belongs to capital N such that first one, p of 1 is true. Second, assume that p of k is true. Third one, to prove that p of k plus 1 is true. Then p of n is true for all natural numbers n. അതായത് നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു റിസൾട്ട് തന്നിട്ടുണ്ടായിരിക്കാം. ആ റിസൾട്ടിനെ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത്, ആ റിസൾട്ടിന് നമ്മൾ പി ഓഫ് എൻ എന്ന രീതിയിൽ എഴുതണം. പി ഓഫ് എൻ ഇട്ടിട്ട് എഴുതണം. അത് എഴുതി കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യേണ്ടത് പി ഓഫ് 1, അതായത് എന്നിന് 1 കൊടുത്തിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. നെക്സ്റ്റ് സ്റ്റെപ്പ് അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഇസ് ട്രൂ. അതായത് പി ഓഫ് 1 ട്രൂ ആണെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യാണ്, അത് പ്രൂവ് ചെയ്യേണ്ട, നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്യാണ് 1 ട്രൂ ആയതുകൊണ്ട് തന്നെ പി ഓഫ് കെക്ക് ട്രൂ ആയിരിക്കും എന്നുള്ളത്. ഇനി പി ഓഫ് കെക്ക് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്താൽ അടുത്ത കേസിൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ടു പ്രൂവ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1 ഇസ് ട്രൂ. പി ഓഫ് കെ ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു, അതുകൊണ്ട് തന്നെ നമുക്ക് പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണോ എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. ഇനി പി ഓഫ് കെ പ്ലസ് 1 ആ റിസൾട്ട് ട്രൂ ആണെങ്കിൽ നമുക്ക് ഒരു കൺക്ലൂഷൻ കൊടുക്കാം. എന്ത്? പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എൻ എന്നുള്ളത്. ഇതാണ് നമുക്ക് ഈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററിൽ ചെയ്യാനുള്ളത്. ഈ ഒരു സ്റ്റെപ്പിലൂടെയാണ് നമ്മുടെ എല്ലാ പ്രോബ്ലവും കടന്നു പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പി ഓഫ് എൻ എന്ന് കൊടുക്കാം, തന്നിരിക്കുന്ന റിസൾട്ടിനെ പി ഓഫ് എൻ എന്ന് കൊടുക്കാം. ദെൻ പി ഓഫ് 1 ട്രൂ ആണെന്ന് ചെക്ക് ചെയ്തത്, എന്നിന് 1 കൊടുക്കുമ്പോൾ ആ റിസൾട്ട് ട്രൂ ആണെന്ന് ചെക്ക് ചെയ്യാം. സെക്കൻഡ്, അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഇസ് ട്രൂ. അത് നമ്മൾ ജസ്റ്റ് എഴുതി വെക്കുകയാണ്, അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഇസ് ട്രൂ എന്ന് എഴുതി വെക്കുന്നു. അതിനുശേഷം പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് ചെക്ക് ചെയ്യാം. അത് ട്രൂ ആണെങ്കിൽ നമ്മുടെ കൺക്ലൂഷൻ പി ഓഫ് എൻ ഇസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പർ എൻ. നെക്സ്റ്റ് ഒരു പ്രോബ്ലത്തിലൂടെ നമുക്ക് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? പ്രൂവ് ദാറ്റ് 1 plus 2 plus 3 plus etc plus n equal to n into n plus 1 divided by 2. ഈ റിസൾട്ട് ചിലപ്പോൾ നിങ്ങൾ 10th എങ്ങാനും പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സം കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് n into n plus 1 divided by 2. ഈ റിസൾട്ട് ട്രൂ ആണോ എന്നാണ് നമുക്ക് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന റിസൾട്ടിനെ പി ഓഫ് എൻ എന്ന് എഴുതണം. പി ഓഫ് എൻ, പി ഓഫ് എൻ നിങ്ങൾ എഴുതുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. പി ഓഫ് എൻ ഈക്വൽ ടു എഴുതരുത്. പി ഓഫ് എൻ ഫ്രം ഒരു കോള, അതായത് 2 ഡോട്ട് ഇങ്ങനെ എഴുതണം. പി ഓഫ് എൻ ഫ്രം അല്ലെങ്കിൽ കോളം എഴുതില്ലേ, 2 ഡോട്ട് എഴുതാം. ദെൻ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് എൻ ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡ് ബൈ 2. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന റിസൾട്ടിന് ജസ്റ്റ് പി ഓഫ് എൻ എഴുതി ഈക്വൽ ടു ഇടരുത്, കോളൻ ഇടാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ?
ഇത് നമ്മൾ എടുത്ത കണ്ട ലെറ്റാണ്. ഓക്കെ, നമ്മൾ ഈ തന്നിരിക്കുന്ന റിസൾട്ടിനെ n = 1 എടുക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളിവിടെ LHS ഉണ്ട്, RHS ഉണ്ട്. ഈ LHSലെ n എന്ന് പറയുന്നത് 1 + 2 + 3 + etc + n എന്ന് പറയുന്നത് n നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യണതാണിത്. n നമ്പേഴ്സ് ഉണ്ടെന്ന്. ഇനി ഇൻഫിനിറ്റി നമ്പേഴ്സ്, ഇതേപോലെ എക്സെട്ര നാച്ചുറൽ നമ്പേഴ്സിന്റെ സം. അതിന്റെ ലാസ്റ്റ് നമ്പർ അല്ല എന്ന് പറയുന്നത്, അതൊരു ഇൻഫിനിറ്റി ആണ്. അതാണ് ഇവിടെ n എന്ന് പറയുന്നത്. അതായത് LHS എന്ന് പറയുന്നത് n നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നു. ഇനി RHS എന്ന് പറയുന്നത് അതൊരു റിസൾട്ടാണ്. ഇവിടെ n എന്ന് പറയുന്നത് അതൊരു റിസൾട്ടാണ്. ഈ റിസൾട്ടിന് നമുക്ക് n = 1 2 എന്ന് കൊടുക്കാം. എന്നാൽ LHS എന്ന് പറയുന്നത് നമ്പേഴ്സ് ആണ്. അതായത് n = 1 എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഫോർ n = 1, അതായത് n-ന് 1 കൊടുക്കണം. ബട്ട് ഈ LHSന്റെ കേസിൽ n = 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്, അതായത് ഒരു നമ്പറിനെയാണ് സൂചിപ്പിക്കുന്നത്. LHSന്റെ കേസിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ n = 1 എന്ന് പറയുമ്പോൾ LHSൽ ഒരു നമ്പറിനെ, ഫസ്റ്റ് നമ്പറിനെ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇവിടുത്തെ ഫസ്റ്റ് നമ്പർ ഏതാ? n = 1 എന്ന് പറയുമ്പോൾ P(1) എന്നുള്ളത് എന്താവും? P(n) എന്നുള്ളത് n-ന്റെ പ്ലേസിൽ 1 ആവും. P(1) എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് ഡിജിറ്റ്, ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഏതാ? 1 = RHSൽ നമ്മൾ എന്ത് ചെയ്യണം? n-ന്റെ പ്ലേസിൽ 1 കൊടുക്കാം. n-ന്റെ പ്ലേസിൽ 1 കൊടുക്കുമ്പോൾ എന്തുണ്ടാവുക? 1 × 1 + 1 / 2. ദാറ്റ്സ് ഈക്വൽ ടു 1 × 2 / 2. 2 2 ക്യാൻസൽ ചെയ്തും ബാലൻസ് എന്ത് കിട്ടും? 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? n-ന് 1 കൊടുക്കുമ്പോൾ 1 = 1 കിട്ടി. ദിസ് ഈസ് ട്രൂ. അപ്പോൾ n = 1 കൊടുക്കുമ്പോൾ അതായത് P(1) ഈസ് ട്രൂ ആണെന്ന് കിട്ടി. നിങ്ങൾ n = 2 കൊടുത്തു നോക്കിയേ. അപ്പോൾ എന്ത് വരും? P(2) ഫ്രം 2 കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡിലെ 2 നമ്പേഴ്സ് എടുക്കണം. അപ്പോൾ ഏത് വരും? 1 + 2 = ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ n-ന്റെ പ്ലേസിൽ ഏത് കൊടുക്കണം? 2 എന്ന് കൊടുക്കാം. അപ്പോൾ എന്താ വരിക? 2 × 2 + 1 / 2. ദാറ്റ്സ് ഈക്വൽ ടു 2 × 3/2. ദാറ്റ്സ് ഈക്വൽ ടു 2 × 2 ക്യാൻസൽ ചെയ്ത് 3. ഇവിടെ 3 അല്ലേ? 1 + 2 = 3. ഇതും ട്രൂ ആണ് കിട്ടി. അപ്പോൾ 1ഉം ട്രൂ ആണ്, 2 കൊടുക്കുമ്പോഴും ട്രൂ ആണ്. 3 കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. n = 3 കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? P(3) ഫ്രം, അപ്പോൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡിൽ 3 നമ്പേഴ്സ്, അതായത് 1 + 2 + 3. എത്ര കിട്ടും നമുക്കിവിടെ? 1 + 2 3, 3 + 3 6 കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു, ഇവിടെ n-ന്റെ പ്ലേസിൽ 3 കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? 3 × 3 + 1/2. ദാറ്റ്സ് ഈക്വൽ ടു 3 × 4/2. 2 4 2 times. ദാറ്റ്സ് ഈക്വൽ ടു 6. അല്ലേ? 6 = 6 എന്ന് കിട്ടും. ദാറ്റ്സ് ട്രൂ. അപ്പോൾ ഇതുപോലെ n-ന് 1 കൊടുത്തപ്പോഴും 2 കൊടുത്തപ്പോഴും 3 കൊടുത്തപ്പോഴും എല്ലാം നമുക്ക് ഈ ഒരു റിസൾട്ട് ട്രൂ ആണെന്ന് കിട്ടി. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? n-ന് 1 കൊടുക്കുമ്പോൾ ഈ റിസൾട്ട് ട്രൂ ആണെങ്കിൽ അസ്യൂം ദാറ്റ് k is true. അസ്യൂം ചെയ്യണം നമ്മൾ പ്രൂവ് ചെയ്യല്ല. അസ്യൂം ദാറ്റ് P(k) is true. നമ്മൾ ഓൾറെഡി പറയാണ് ഇതെല്ലാം കറക്റ്റാണ്, അതുകൊണ്ട് തന്നെ k എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇവിടുത്തെ ഈ നമ്പർ, അതായത് 1 + 2 + 3 + etc + n എന്ന് പറഞ്ഞല്ലോ, n നമ്പേഴ്സ് എന്ന് പറഞ്ഞല്ലോ. ഇതിൻ്റെ ബിറ്റ്വീൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള ഒരു നമ്പറാണ്, അതായത് ഈ സൈഡിലുള്ള ഒരു നമ്പറാണ് k എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വരെ ട്രൂ ആണ്. അതായത് 1 കൊടുത്ത് 2 കൊടുത്ത് 3, ചിലപ്പോൾ 3 ആയിരിക്കാം k എന്ന് പറയുന്നത്. അതുള്ളൂ. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു ഫൈനൈറ്റ് നമ്പറിനെയാണ് നമ്മൾ k എന്ന് പറയുന്നത്. ആ k വരെ ഈ ഒരു റിസൾട്ട് ട്രൂ ആണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. ഇനി k ട്രൂ ആണെങ്കിൽ അടുത്ത കേസ് എന്താ പറഞ്ഞിരിക്കുന്നത്? k+1 ട്രൂ ആണെന്ന് ചെക്ക് ചെയ്യണം. ഈ k+1 എന്ന് പറയുന്നത് എന്തായിരിക്കും? k കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് നമ്പർ അല്ലേ ഇത്? k ഇവിടെ 2 ആണെങ്കിൽ 2 കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ ഏതാ?
3, അതായത് 2 + 1 അല്ലേ 3 എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കെ കഴിഞ്ഞിട്ടുള്ള അടുത്ത നമ്പർ എന്ന് പറയുന്നത് ഏതായിരിക്കും? k+1 ആയിരിക്കും. k+1, അതായത് k+1th ടൈം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം. അതുപോലെ kth ടൈം വരെ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. അടുത്തത് k+1th ടൈം ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ പി ഓഫ് കെ ട്രൂ ആണെങ്കിൽ ഈ റിസൾട്ട് എന്തായി മാറും? അതായത് കെ വരെ ട്രൂ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്ത് വരും? പി ഓഫ് കെ ഫ്രം 1 + 2 + 3 + etc + k, nth വരെ പോയിട്ടില്ല, കെ വരെ പോകുന്നുള്ളൂ, ഈക്വൽ ടു എന്ത് കൊടുക്കണം? എന്നിന്റെ പ്ലേസിൽ കെ കൊടുക്കാം. അപ്പൊ എന്ത് കിട്ടും? k × k+1/2. ഇത് റിസൾട്ട് 1 ആയിട്ടിടാം നമുക്ക്. പി ഓഫ് കെ അസ്യൂം ചെയ്തു, നമുക്കൊരു റിസൾട്ട് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? പി ഓഫ് കെ ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? k+1th ടേം ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും. we have to prove that p of k+1 is true. prove that നമ്മൾ എഴുതാണ് k+1 ട്രൂ ആണെന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. ഇനി k+1 ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ റിസൾട്ടിന്റെ കൂടെ ഇവിടെ k വരെ എഴുതി. പി ഓഫ് കെ എന്നുള്ളത് എന്തോ? പി ഓഫ് k+1 ഫ്രം 1 + 2 + 3 + etc + k പ്ലസ് k വരെ നമ്മൾ എഴുതി. k+1 നമ്മൾ നെക്സ്റ്റ് ടൈം k+1 ഈക്വൽ ടു. നിങ്ങൾക്ക് ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ LHS മാത്രമായിട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ LHS RHS ആയിട്ട് കൊണ്ടുപോകാം. ഞാൻ രണ്ട് രീതിയിലും കാണിച്ചു തരാം. അപ്പൊ ഈ പ്രോബ്ലം LHS മാത്രം എഴുതിയിട്ട് കാണിച്ചു തരാം കേട്ടോ. 1 + 2 + 3 + etc + k + k+1. നമുക്ക് ഇക്വേഷൻ 1ൽ നിന്ന് ഈ kth ടേം വരെയുള്ളതിന്റെ സം അറിയാം അല്ലേ? എന്താണ്? k × k+1/2. അത് ഇവിടെ കൊടുക്കാം. k × k+1/2. kth ടേം വരെയുള്ളതിന്റെ സമ്മാണ് ഇത്. പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ എന്തുണ്ട്? k+1, അതായത് 1 + 2 + 3 + 4. അതിൽ നമുക്ക് തേർഡ് ടേം വരെയുള്ളതിന്റെ സം നമുക്ക് അറിയാം. അതായത് 1 + 2 + 3, ഇത് 6 ആണെന്ന് അറിയാം. പിന്നെ 6ന്റെ കൂടെ 4 കൂടെ ആഡ് ചെയ്യുമ്പോഴല്ലേ അടുത്ത സം ഫുൾ ടൈമിന്റെ സം കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ kth ടൈം വരെയുള്ള റിസൾട്ട് അറിയാം, അത് എഴുതി. നമുക്ക് എന്ത് എഴുതണം? +k+1. എങ്കിൽ മാത്രമാണ് നമുക്ക് k+1ന്റെ റിസൾട്ട് കിട്ടുള്ളൂ. എന്ത് വരും? നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് k × k+1/2 + k+1 ആണ്. ഇനി എന്ത് ചെയ്യണം? ഇത് ഈ ഒരു ടൈമിൽ നിന്നൊക്കെ ഡിനോമിനേറ്റർ ഉണ്ട്, ഈ സെക്കൻഡ് ടൈമിന് ഡിനോമിനേറ്റർ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് വരും? k × k+1 + 2 × k+1 /2. ഇപ്പൊ രണ്ട് ടേമാണ്. പ്ലസ് കൊണ്ട് പ്ലസ് ഇവിടെ ചെയ്തുകൊണ്ട് തന്നെ ഇതൊരു ഫസ്റ്റ് ടൈം, ഇത് സെക്കൻഡ് ടൈമാണ്. ഈ രണ്ട് ടൈമിലൊരു k+1 ഇല്ലേ? നമുക്ക് ആ k+1 ഔട്ട് സൈഡ് എടുക്കാം. അപ്പൊ എന്ത് വരും? k+1 × ബാലൻസ് ഈ ടൈമിൽ എന്തുണ്ട്? k ഉണ്ട്. പിന്നെ പ്ലസ് ഈ ടൈമിൽ 2 ഉണ്ട് /2. ഓക്കെ, നിൽക്കട്ടെ. നമ്മുടെ റിസൾട്ട് എന്തായിരുന്നു? n വെച്ചിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് n × n+1/2 ആയിരുന്നു അല്ലേ? ഓക്കെ, അതായത് ഈ എന്നിന്റെ പ്ലേസിൽ k+1 വന്നാൽ എന്തുണ്ടാവാ? k+1 × k+1+1/2. അതായത് എന്നിന്റെ പ്ലേസിൽ k+1 ആണ്. ഈ റിസൾട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ഇവിടെ നോക്കിയേ, ഇവിടെ k+1 ഉണ്ട്. ഇപ്പൊ k+1, ഇവിടെ k+2 ആണ്. ഈ k+2നെ ഒന്നുകിൽ ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ആ മെത്തേഡിലേക്ക് കൊണ്ടുണ്ടെങ്കിൽ k+1+1 എഴുതിക്കൂടെ? 2നെ 1 + 1 എഴുതിക്കൂടെ? /2. ഇപ്പൊ നോക്കിയാൽ നമുക്ക് കിട്ടേണ്ട റിസൾട്ട് അല്ലേ? ഈ റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന റിസൾട്ടിൽ എന്നിന്റെ പ്ലേസിൽ k+1 കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം?
k+1 കൊടുക്കുമ്പോൾ ഈ റിസൾട്ട് ട്രൂ ആയിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം പി ഓഫ് k+1 ഈസ് ട്രൂ. എപ്പോഴാ? whenever p of k is true. p of k ട്രൂ ആണെങ്കിലാണ് p of k+1 ട്രൂ ആവുള്ളൂ. ഇനി p of k യും p of k+1 ട്രൂ ആയാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് പറയാൻ പറ്റും therefore p of n is true from the principle of mathematical induction. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്താൽ p of n ട്രൂ ആണ് എപ്പോഴും for all natural numbers n. ഈ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് കമ്പൽസറി നമ്മൾ ഇതെല്ലാം പ്രൂവ് ചെയ്തതിന് ശേഷം എഴുതേണ്ടതാണ്. വെറുതെ എഴുതി വിടാനുള്ളതല്ല. ഈ ഒരു സെൻറ്റൻസ് മസ്റ്റാണ്. പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എൻ. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രം ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എൻ. ഓക്കെ, നെക്സ്റ്റ് 1 square plus 2 square plus 3 square plus etc plus n square equal to n into n plus 1 into 2n plus 1 divided by 6. ഈ ഒരു റിസൾട്ട് നമുക്ക് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യണം. നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഓക്കെ, ലെറ്റ് പി ഓഫ് എൻ ഫ്രം പി ഓഫ് എൻ 1 square plus 2 square plus 3 square plus etc plus n square equal to n into n plus 1 into 2n plus 1 divided by 6. p of n ലോട്ട് എഴുതി റിസൾട്ടിന്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? ഫോർ n equal to 1. n equal to 1 ഇനി റിസൾട്ട് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. n equal to 1 ആകുമ്പോൾ എന്ത് വരും? p of 1 ഫ്രം, ഞാൻ പറഞ്ഞു n equal to 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അതായത് LHSലെ ഫസ്റ്റ് ടൈമിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് 1 square ദാറ്റ്സ് ഈക്വൽ ടു 1. ദാറ്റ്സ് ഈക്വൽ ടു RHSൽ എന്താ ചെയ്യുക? എന്നിൻ്റെ പ്ലേസിൽ 1 കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 1 into 1 plus 1 into 2 into 1 plus 1 divided by 6. That's equal to 1 into 2 into 2 into 1 2 2 plus 1 3 divided by 6. എന്ത് വരും? 1 into 2 2 2 into 3 6 6 by 6 equal to 1. അപ്പോൾ നമുക്ക് 1 equal to 1 കിട്ടുമല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു റിസൾട്ട് പി ഓഫ് 1ന് ട്രൂ ആണെന്ന് പറയാം. വിച്ച് ഈസ് ട്രൂ. ഇതെല്ലാം നമ്മളുടെ ആൻസർ ഷീറ്റിൽ വേണം കേട്ടോ. വിച്ച് ഈസ് ട്രൂ ഫോർ n equal to 1. ഓക്കെ, ഇനി കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഞാൻ n equal to 2 എന്ന് കൊടുത്തത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. നമ്മുടെ പ്രോബ്ലം എഴുതുമ്പോൾ നമുക്ക് n equal to 1 വെച്ച് അവസാനിപ്പിക്കാം. നെക്സ്റ്റ് എന്താ? എന്നിന് ട്രൂ ആണെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. നമ്മൾ അസ്യൂം ചെയ്യാണ് പി ഓഫ് കെ ട്രൂ ആണ്. 1ന് ട്രൂ ആയതുകൊണ്ട് തന്നെ പി ഓഫ് കെയും ട്രൂ ആണ് അസ്യൂം ചെയ്യാണ്. പി ഓഫ് കെ ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? പി ഓഫ് കെ ഫ്രം എന്ത് വരും? ഈ റിസൾട്ട് 1 square plus 2 square plus 3 square plus etc plus k square equal to എന്നിൻ്റെ പ്ലേസിൽ k കൊടുക്കാം. അപ്പോൾ എന്ത് വരും? k into k plus 1 into 2k plus 1 divided by 6. ഓക്കെ, n equal to 1ഉം n equal to kക്കും ഈ രണ്ട് ടൈമിനും ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? k plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. ജസ്റ്റ് എഴുതണം. ഒന്നുകിൽ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഓർ ഷോ ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1 ഫ്രം ഇങ്ങനെ വരും 1 square plus 2 square plus 3 square plus etc plus k square എഴുതണം പ്ലസ് k plus 1 എഴുതണം. ഇത് മസ്റ്റ് ആണ് കേട്ടോ. k square എഴുതണം. നമ്മളോട് k വന്നപ്പോൾ k -1 ഒന്നും എഴുതിയിരുന്നില്ല. അതുപോലെ തന്നെ k എന്ന് ഡയറക്റ്റ് എന്നിൻ്റെ പ്ലേസിൽ k കൊടുക്കുക ചെയ്തത്. പക്ഷേ k plus 1 എഴുതുമ്പോൾ k square എഴുതണം. അതുപോലെ തന്നെ k plus 1 ഓൾ സ്ക്വയർ ആണ്. ഇവിടെ എല്ലാം സ്ക്വയർ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടെയും സ്ക്വയർ കൊടുക്കണം. ഈക്വൽ ടു ലാസ്റ്റ് പ്രോബ്ലത്തിൽ ഞാൻ ലെഫ്റ്റ് സൈഡ് മാത്രം ചെയ്ത് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി. ഈ ടൈമിൽ ഞാൻ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഒരുമിച്ച് പോകുമ്പോൾ
എങ്ങനെയാണെന്ന് നോക്കാം. k+1 വരാണെങ്കിൽ ഈ ടൈം ഇവിടെ ഷോ ദാറ്റാണ്, അതുകൊണ്ട് നമുക്ക് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് വേണമെങ്കിൽ ഒരുമിച്ച് കൊണ്ടുപോകാം. k+1 k വരെ എഴുതിയപ്പോൾ നമ്മളിവിടെ n-ന് k കൊടുത്തു. k+1 വരുമ്പോൾ എന്ത് കൊടുക്കണം? n-ന് k+1 കൊടുക്കും. അപ്പോൾ എന്ത് വരും? k+1 ഇൻറ്റു k+1 പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു k+1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. ഇനി പി ഓഫ് കെക്ക് വേണമെങ്കിൽ 1 കൊടുക്കാം. ഫ്രം 1 ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടാം? ഈ കെ വരെയുള്ള ടേമിൻ്റെ റിസൾട്ട് അറിയാം. കെ വരെയുള്ള ടേമിൻ്റെ റിസൾട്ട് എന്താണ്? കെ ഇൻറ്റു k+1 ഇൻറ്റു 2k+1 ഡിവൈഡ് ബൈ 6. ഇതാണ് ഈ കെ വരെയുള്ള ടേമിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ബാലൻസ് ഇവിടെ എന്തുണ്ട്? ഒരു k+1 പ്ലസ് k+1 ഹോൾ സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും? k+1 ഇൻറ്റു k+1 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു ഇതിനൊന്ന് ചെയ്യുമ്പോൾ എന്ത് വരും? 2k പ്ലസ് 2 പ്ലസ് 1 ഡിവൈഡ് ബൈ 6 വരും. നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡും ചെയ്യുന്നുണ്ട്. ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെയാണ് നിങ്ങൾ സിംപ്ലിഫിക്കേഷൻ വേണ്ടതെന്നുള്ളത് റൈറ്റ് സൈഡ് നോക്കിയിട്ട് അറിയാം. റൈറ്റ് സൈഡിൽ വേറെ ചേഞ്ചസ് ഒന്നും വരത്തില്ല, പക്ഷെ ആ റൈറ്റ് സൈഡിലോട്ട് എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോഴേ അറിയാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ ആയിപ്പോൾ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അത് നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എന്താ വേണ്ടത്? ഒരു k+1 വേണം ഇവിടെ, പിന്നെ ഒരു k+2 വേണം. ഇവിടെ നോക്കിയാൽ ഇവിടെ ഈ ടൈമിൽ k+1 ഉണ്ട്, ഈ ടൈമിൽ k+1 ഉണ്ട്. പക്ഷേ ഈ ടൈമിന് മാത്രമേ നമ്മുടെ ഫസ്റ്റ് ടൈമിന് മാത്രമേ ഡിനോമിനേറ്റർ ഉള്ളൂ, സെക്കൻഡ് ടൈമിന് ഡിനോമിനേറ്റർ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കണമെങ്കിൽ ഇതിന് കോമൺ ഡിനോമിനേറ്ററിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? k ഇൻറ്റു k+1 ഇൻറ്റു 2k+1 പ്ലസ് 6 ഇൻറ്റു k+1 ഹോൾ സ്ക്വയർ all divided by 6 equal to k+1 into k+2 into 2k+3 divided by 6. ഇപ്പോൾ നോക്കി ഇവിടെ ഫസ്റ്റ് ടൈമിൽ k+1 ഉണ്ട്, ഇവിടെ സെക്കൻഡ് ടൈമിലും k+1 ഉണ്ട്. ഒരു k+1 നമുക്കിവിടെ ആവശ്യമാണ്. നിങ്ങളിപ്പോൾ ഈ റൈറ്റ് സൈഡ് എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ടൈം വരുമ്പോൾ ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും, ഔട്ട് സൈഡ് എടുക്കണോ അല്ലെങ്കിൽ k+1 എക്സ്പാൻഡ് ചെയ്യണോ എന്നൊക്കെ. ഇങ്ങനെ ചെയ്തു പോവുകയാണെങ്കിൽ ഈ ഒരു ടൈമിലേക്ക് RHSലോട്ട് എങ്ങനെയാണ് LHS എത്തിക്കുക കൊണ്ടുവരാമെന്നുള്ളൊരു ഐഡിയ കിട്ടുമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഈ രണ്ട് ടൈമിൽ നിന്നൊരു k+1 ഔട്ട് സൈഡ് എടുക്കുകയാണ്. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് k+1 ഔട്ട് സൈഡ് എടുക്കാം. ബാലൻസ് എന്ത് വരും? ഈ ഫസ്റ്റ് ടൈമിൽ നിന്ന് k+1 ഔട്ട് സൈഡ് എടുത്ത ബാലൻസ് എന്ത് വരും? k ഇൻറ്റു 2k+1 പ്ലസ് 6 ഇൻറ്റു ഇവിടെ k+1 ഹോൾ സ്ക്വയറിൽ നിന്നാണ് ഒരു k+1 ഔട്ട് സൈഡ്. ബാലൻസ് ഇവിടെ എന്തുണ്ട്? ഒരു k+1 ഉണ്ട്. ഓൾ ഡിവൈഡ് ബൈ 6 ദാറ്റ്സ് ഈക്വൽ ടു ഈ ടൈം ഇതുപോലെ തന്നെ എഴുതാം. k+1 ഇൻറ്റു k+2 ഇൻറ്റു 2k+3 ഡിവൈഡ് ബൈ 6. നെക്സ്റ്റ് എന്ത് വരും? k+1 ഇൻറ്റു ഈ kനെ ഈ 2k+1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 2k² പ്ലസ് k. അതുപോലെ തന്നെ ഈ 6നെയും k+1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? പ്ലസ് 6k+1 ഡിവൈഡ് ബൈ 6 ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ നമുക്ക് ഇവിടെ ഒരു k² ടൈം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു k+1 ഇവിടെ രണ്ട് സൈഡിലും കിട്ടി. ആ രണ്ട് ടൈമിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. സിംപിളസ്റ്റ് ആയിട്ട് ചെയ്യുന്നതാണ്, സിമ്പിൾ ഫോമിൽ ചെയ്യുന്നതാണ്. അതായത് k ഇൻറ്റു ആ k+2 ഇൻറ്റു 2k+3 ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരാം? ദാറ്റ്സ് ഈക്വൽ ടു 2k² പ്ലസ് 3k. അതായത് k ഇൻറ്റു 2k പ്ലസ് 3 ഇൻറ്റു k. പിന്നെ എന്ത് ചെയ്യണം? പ്ലസ് 2 ഇൻറ്റു 2k. അപ്പോൾ എന്ത് വരും? 4k പ്ലസ് 2 ഇൻറ്റു 3 6 ഓൾ ഡിവൈഡ് ബൈ 6. ഇനി ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? k+1 ഇൻറ്റു 2k² പ്ലസ് k പ്ലസ് 6k 7k പ്ലസ് 1 ഡിവൈഡ് ബൈ 6 ഈക്വൽ ടു k+1 ഇൻറ്റു
2k സ്ക്വയർ പ്ലസ് 3k പ്ലസ് 4k 7k പ്ലസ് എന്ത് വരും? സോറി, ഇവിടെ 6 ഇൻറ്റു കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 6k പ്ലസ് 6 വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, 7k പ്ലസ് 6 ഡിവൈഡ് ബൈ 6. നമുക്ക് എന്ത് കിട്ടി? LHS ഈക്വൽ ടു RHS എന്ന് കിട്ടിയല്ലോ. ഓക്കെ, LHS ഈക്വൽ ടു RHS എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? thus P of k plus 1 is true whenever P of k is true. അതുകൊണ്ട് നമുക്ക് എന്ത് കൺക്ലൂഷൻ കൊടുക്കാം? ഹെൻസ് ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, therefore P of n is true for all natural number numbers n. ഇതാണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രോബ്ലം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് തന്നിരിക്കുന്ന റിസൾട്ടിന് P of n എന്നാണ് എഴുതാം. സെക്കൻഡ് P of 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാം. അത് ട്രൂ ആണെങ്കിൽ P of k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യാം. P of k ട്രൂ ആണെങ്കിൽ P of k plus 1 ട്രൂ ആണോ എന്ന് പ്രൂവ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ P of kയുടെ റിസൾട്ടും കൂടി എടുത്തിട്ടാണ് ചെയ്യുന്നത്. ചെയ്യുമ്പോൾ രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്നെങ്കിൽ ലെഫ്റ്റ് സൈഡ് മാത്രം ചെയ്ത് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരാം, ഇല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡും ഒരുമിച്ച് പോയിട്ട് ലാസ്റ്റ് LHS ഈക്വൽ ടു RHS എന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് P of k plus 1 is true whenever P of k is true. ആ റിസൾട്ട് എഴുതാം. ഓക്കെ, P of kയും P of k plus 1 ഒക്കെ ട്രൂ ആണെങ്കിൽ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ച് നമുക്ക് ലാസ്റ്റ് റിസൾട്ട് എന്ത് എഴുതാൻ പറ്റും? P of n is true for all natural numbers n. Next question, 1 cube plus 2 cube plus 3 cube plus etc plus n cube equal to n into n plus 1 divided by 2 all square. നമുക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ഈ പ്രോബ്ലത്തിനെ P of n എന്ന് പറഞ്ഞ് എഴുതണം. P of n ഈക്വൽ ടു അല്ല, രണ്ട് ഡോട്ട് അതായത് കോളം എഴുതണം. ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ എഴുതിയിരിക്കാം. 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് n ക്യൂബ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഓൾ സ്ക്വയർ. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? എന്നിന് 1 കൊടുക്കാം. ഫോർ n ഈക്വൽ ടു 1. എന്നിന് 1 കൊടുക്കുമ്പോൾ എന്ത് വരും? P of n എന്നുള്ളത് P of 1 ആവും. ഇനി ഇവിടുത്തെ ഫസ്റ്റ് നമ്പർ അതേതാ? 1 ക്യൂബ്. 1 ക്യൂബ് ഈക്വൽ ടു എന്ത് ചെയ്യണം? ഈ റൈറ്റ് സൈഡിലെ എന്നിൻ്റെ പ്ലേസിലേക്കും 1 കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ 1 ക്യൂബ് എന്ന് വെച്ചാൽ 1 ആണെന്നറിയാം. ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ എന്തൊരു 1 ഇൻറ്റു 1 പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ഓൾ സ്ക്വയർ. That's equal to 1 into 1 plus 1 2 divided by 2. 2 into 2 cancel ചെയ്തു, all square. That's equal to 1 square. That's equal to 1. നമുക്കിവിടെ LHSഉം RHSഉം ഈക്വൽ എന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? Therefore P of 1 is true, or which is true. Okay. Second step എന്താണ്? Yes, assume P of k is true. P of k true എന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. അത് അസ്യൂം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന ഈ ഇക്വേഷനിൽ എന്നിൻ്റെ പ്ലേസിലേക്കും k കൊടുത്ത് ജസ്റ്റ് അതൊരു ഫോർമുലേറ്റ് ഇടുക. എന്ത് വരും? P of k from എന്ത് വരും? 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എന്നിൻ്റെ പ്ലേസിൽ k എഴുതണം. അത്രയും മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇവിടെ n ക്യൂബിന് പകരം k ക്യൂബ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്നിൻ്റെ പ്ലേസിൽ ഏത് വരണം? k എന്ന് കൊടുക്കണം. അപ്പം എന്ത് വരും? k ഇൻറ്റു k പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ P of kയുടെ കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പ്. P
പി ഓഫ് കെ വരെ ട്രൂ ആണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, വി ഹാവ് ടു പ്രൂവ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് വൺ ട്രൂ. പി ഓഫ് കെ പ്ലസ് വണ്ണ് ഈ ഒരു ഫോർമുല ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യാണ് നമ്മൾ എഴുതണം കേട്ടോ. വി ഹാവ് ടു പ്രൂവ് ദാറ്റ്. ഞാൻ ജസ്റ്റ് അത് എഴുതുന്നില്ല. പി ഓഫ് കെ പ്ലസ് വൺ ഫ്രം 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് പി ഓഫ് കെ വരെയുള്ളത് അതുപോലെ തന്നെ എഴുതി വയ്ക്കുക. പി ഓഫ് കെ. ഇനി കെ പ്ലസ് വൺ എന്ന് പറയുന്നത് കെ കഴിഞ്ഞ തൊട്ട് അടുത്തുള്ള നമ്പറാണല്ലോ. അപ്പം കെ ക്യൂബ് എല്ലാത്തിനും ക്യൂബ് ഉണ്ട്. അപ്പോൾ അടുത്ത നെക്സ്റ്റ് നമ്പർ കെ പ്ലസ് വൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കെ പ്ലസ് വൺ ഓൾ ക്യൂബ് വന്നു. ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഒരുപോലെ കൊണ്ടുവരണമെങ്കിൽ ഒരുപോലെ കൊണ്ടുപോകാം, രണ്ടായിട്ട് കൊണ്ടുപോകണമെങ്കിൽ രണ്ടായിട്ട് കൊണ്ടുപോകാം. നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാം. ഇനി റൈറ്റ് സൈഡും എന്ത് തന്നെ വരും, എന്നിൻ്റെ പ്ലേസിൽ കെ പ്ലസ് വൺ കൊടുക്കാം. അപ്പോൾ എന്ത് വരും, കെ പ്ലസ് വൺ ഇൻറ്റു ഈ എന്നിൻ്റെ പ്ലേസിലാണ് കെ പ്ലസ് വൺ കൊടുത്തത്. ഇനി ഇവിടെ ഒരു എൻ പ്ലസ് വൺ ഉണ്ട്, ആ എന്നിനും കെ പ്ലസ് വൺ കൊടുക്കാം. അപ്പോൾ എന്ത് വരും, കെ പ്ലസ് വൺ അത് ഈ എന്നിൻ്റെ പ്ലേസിൽ. ഇവിടെ എക്സ്ട്രാ ഒരു പ്ലസ് വൺ ഉണ്ട്, അതും എഴുതാം. പ്ലസ് വൺ ഓൾ ഡിവൈഡ് ബൈ 2. എല്ലാത്തിനും ഒരു സ്ക്വയർ വരുന്നുണ്ട്. അപ്പോൾ ഓൾ റേസ് ടു 2. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ, ഈ കെ ക്യൂബ് വരെയുള്ള ഒരു ഫോം, ഇത് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ഈ ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന് നമുക്ക് ഈ വരെയുള്ള ടൈമിൻ്റെ, അതായത് കെ ക്യൂബ് വരെയുള്ള ടൈമിൻ്റെ വാല്യൂ നമുക്ക് അറിയാം ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന്. ആ വാല്യൂ ഇവിടെ എഴുതാം. ആ വാല്യൂ എന്ന് പറയുന്നത് ഏതാ, കെ ഇൻറ്റു കെ പ്ലസ് വൺ ഡിവൈഡ് ബൈ 2 ഓൾ സ്ക്വയർ. അത് ഈ കെ ക്യൂബ് വരെയുള്ള വാല്യൂ ആണ്. ഇവിടെ നെക്സ്റ്റ് എന്തുണ്ട്, പ്ലസ് കെ പ്ലസ് വൺ ഓൾ ക്യൂബ് ഉണ്ട് ഈക്വൽ ടു എന്ത് വരുന്നു, കെ പ്ലസ് വൺ ഇൻറ്റു ഇവിടെ കെ പ്ലസ് വൺ എന്നാണ്. നമുക്കതിനെ കെ പ്ലസ് 2 ഓൾ ഡിവൈഡ് ബൈ 2 ഓൾ സ്ക്വയർ എന്ന് എഴുതി. ഇനി അഗെയിൻ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ സ്ക്വയർ ഉണ്ടല്ലോ, ഇത് ഓൾ സ്ക്വയർ ആണ്. ന്യൂമിനേറ്ററിലും സ്ക്വയർ ഉണ്ട്, ഡിനോമിനേറ്ററിലും സ്ക്വയർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനതിനെ ഓരോ ടേം വൈസ് കൊടുക്കുകയാണ്. എന്ത് വരും, ഇത് കിടക്കുന്നത് എ ഇൻറ്റു ബി ബൈ 2 ഓൾ സ്ക്വയറാണ്. ഈ ഓൾ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ ഡിവൈഡ് ബൈ 2 സ്ക്വയർ ആണ് വരാം. ഇവിടെ എയുടെ പ്ലേസിൽ കെയും ബിയുടെ പ്ലേസിൽ കെ പ്ലസ് വൺ ആണ്. അപ്പോൾ എന്ത് വരും, കെ സ്ക്വയർ ഇൻറ്റു കെ പ്ലസ് വൺ ഓൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2 സ്ക്വയർ പ്ലസ് കെ പ്ലസ് വൺ ഓൾ ക്യൂബ് ഈക്വൽ ടു ഇതതുപോലെ തന്നെ എഴുതാം, കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് 2 ഡിവൈഡ് ബൈ 2 ഓൾ സ്ക്വയർ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമുക്കിവിടെ ഡിനോമിനേറ്ററിൽ 4 ഉണ്ടല്ലോ, ഈ ടൈമിൽ ഡിനോമിനേറ്റർ ഇല്ല. ഈ ടൈം കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും, നമുക്ക് കെ സ്ക്വയർ ഇൻറ്റു കെ പ്ലസ് വൺ ഓൾ സ്ക്വയർ പ്ലസ് ഈ 4 ഈ ടൈമിലോട്ട് പോകും. അപ്പോൾ 4 ഇൻറ്റു കെ പ്ലസ് വൺ ഓൾ ക്യൂബ് ഓൾ ഡിവൈഡ് ബൈ 4 ഈക്വൽ ടു കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് 2 ഓൾ ഡിവൈഡ് ബൈ 2 ഓൾ സ്ക്വയർ. നോക്കിയേ, ഈ ടൈമിലൊരു കെ പ്ലസ് വൺ ഓൾ സ്ക്വയർ ഉണ്ട്, ഈ ടൈമിലൊരു കെ പ്ലസ് വൺ ഓൾ ക്യൂബ് ഉണ്ട്. അപ്പോൾ അതിൽ കോമൺ ആയിട്ട് നമുക്ക് എന്ത് ഔട്ട് സൈഡ് എടുക്കാം, കെ പ്ലസ് വൺ ഓൾ സ്ക്വയർ ഔട്ട് സൈഡ് എടുത്തൂടെ. ഓക്കെ, അപ്പോൾ എന്ത് വരും, കെ പ്ലസ് വൺ ഓൾ സ്ക്വയർ ഇൻറ്റു ഈ ടൈമിൽ നിന്ന് കെ പ്ലസ് വൺ ഓൾ സ്ക്വയർ പോയാൽ ബാലൻസ് ഇവിടെ കെ സ്ക്വയർ പ്ലസ് ഈ ടൈമിൽ കെ പ്ലസ് വൺ ഓൾ സ്ക്വയർ പോയാൽ ബാലൻസ് ഇവിടെ ക്യൂബാണ്, അതിൽ നിന്ന് സ്ക്വയറാണ് പോയത്. അപ്പോൾ ബാലൻസ് വരണുണ്ടല്ലോ. അപ്പോൾ 4 ഇൻറ്റു കെ പ്ലസ് വൺ ഡിവൈഡ് ബൈ 4 ഈക്വൽ ടു കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് 2 ഡിവൈഡ് ബൈ 2 ഹോൾ സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും, കെ പ്ലസ് വൺ ഹോൾ സ്ക്വയർ ഇൻറ്റു ഈ 4നെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും, കെ സ്ക്വയർ പ്ലസ് 4k പ്ലസ് 1 ഡിവൈഡ് ബൈ 4 ഈക്വൽ ടു ഇവിടെ നോക്കി, ഇവിടെ ഒരു എക്സ്പാൻഷൻ ഫോമാണ്. ഇവിടെ കെ പ്ലസ് വൺ ഹോൾ സ്ക്വയർ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇനി റൈറ്റ് സൈഡിനെ എക്സ്പാൻഡ് ചെയ്യാം. റൈറ്റ് സൈഡിനെ എക്സ്പാൻഡ് ചെയ്ത് എന്ത് വരും, കെ പ്ലസ് വൺ ഓരോന്നിനും സ്ക്വയർ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ എഴുതാം, കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് 2 ഓൾ ഡിവൈഡ് ബൈ 2 ഓൾ സ്ക്വയർ. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം,
കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു ഇത് നോക്കി കെ സ്ക്വയർ പ്ലസ് 4k പ്ലസ് 1 എന്നുള്ളത് കെ പ്ലസ് 2 ഹോൾ സ്ക്വയർ അല്ലേ. അതായത് കെ പ്ലസ് 2 ഹോൾ സ്ക്വയർ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വരുമ്പോൾ എന്താ വരാ കെ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ. അപ്പോൾ ആ ഫോമിലാണല്ലോ ഇത് കിടക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് കെ പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതി കൂടെ. ഓക്കെ, കെ പ്ലസ് 2 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 4 ഈക്വൽ ടു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. നമുക്ക് എല്ലാ സ്ക്വയർ അല്ലേ. ഇവിടെ കെ പ്ലസ് 1 സ്ക്വയർ, ഇവിടെ കെ പ്ലസ് 2 ഹോൾ സ്ക്വയർ, ഇവിടെ 4 എന്ന് പറഞ്ഞാൽ അത് 2 സ്ക്വയർ ആണ് അല്ലേ. 2 സ്ക്വയറിന് ഏതാ വേണമെങ്കിൽ 2 സ്ക്വയർ ആണ്. അപ്പം നമുക്ക് എല്ലാ സ്ക്വയറും കൂടെ ഒരുമിച്ച് കോമൺ ആയിട്ട് എഴുതി കൂടെ. അപ്പം എന്ത് വരും കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു കെ പ്ലസ് 2 ഹോൾ സ്ക്വയർ, സോറി സ്ക്വയർ വേണം കേട്ടോ അല്ലേ, ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഡിവൈഡ് ബൈ 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഡിവൈഡ് ബൈ 2 ഹോൾ സ്ക്വയർ. അപ്പം നമുക്ക് എന്ത് കിട്ടും LHS ഈക്വൽ ടു RHS എന്ന് കിട്ടി. ഇതല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് എന്താ പറയുക P of k plus 1 is true whenever P of k is true. Since P of n is true for all natural numbers n. ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. ഇനി ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എക്സ്പാൻഷൻ്റെ ഒരു ഫോം എന്ന് പറയുന്നത് അത് മാത്രം ചെയ്തുതരാം. ഒന്നെങ്കിൽ ഈ ഫോമിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾക്കിത് പെട്ടെന്ന് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ് കിട്ടുന്നില്ല എങ്കിൽ ഈ ലെഫ്റ്റ് സൈഡ് അങ്ങനെ നിർത്തിയിട്ട് റൈറ്റ് സൈഡിൽ ഇതെന്ന് പറയുന്നത് എന്താണ് കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു കെ പ്ലസ് 2 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2 സ്ക്വയർ ആണല്ലോ. 2 സ്ക്വയർ എന്ന് വെച്ചാൽ 4 ആണെന്നറിയാം. ഓക്കെ, ആ രീതിയിൽ ചെയ്യാം. എന്നിട്ട് ഈ കെ പ്ലസ് 2 ഇവിടെ കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഉണ്ട്, ഇവിടെയും കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഉണ്ട്. അപ്പോൾ അതിനൊന്നും ചെയ്യണ്ട. പിന്നെ ഈ എക്സ്പാൻഷനാണ് നമുക്ക് ഡൗട്ട്. അപ്പോൾ ഈ കെ പ്ലസ് 2 ഹോൾ സ്ക്വയർ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു കെ സ്ക്വയർ പ്ലസ് 4k പ്ലസ് 1 ഡിവൈഡ് ബൈ 4 ഈക്വൽ ടു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു കെ പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്താ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, അതായത് എ സ്ക്വയർ, ഇവിടെ കെ സ്ക്വയർ പ്ലസ് 2ab ആണ്. അതായത് 2 ഇൻറ്റു കെ ഇൻറ്റു 2, അതായത് 4k പ്ലസ് 4 ഇൻറ്റു 1 4 ഉണ്ട് കേട്ടോ. സോറി, നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് ചേഞ്ച് ചെയ്യണേ. 4 ഉണ്ട്, 4k പ്ലസ് 4 ഡിവൈഡ് ബൈ 4. അപ്പോൾ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഈക്വൽ ആയില്ലേ. അപ്പോൾ നമുക്ക് LHS ഈക്വൽ ടു RHS എന്ന് എഴുതാം. ഈ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. ഇതാണെങ്കിൽ 2 സ്റ്റെപ്പ്, മറ്റേത് 1 സ്റ്റെപ്പും കൂടെ ആഡ് ചെയ്യും. ഈ 2 മെത്തേഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്.